തൃശ്ശൂരുകാർ ചാണകത്തിൽ ചവിട്ടി. ആ ചാണകത്തിൻ്റെ ദുർഗന്ധം ഇനി ഒരിക്കലും മാറാനും പോകുന്നില്ല. കേരളത്തിലൊരു വിഭാഗം രാഷ്ട്രീയ അടിമകൾ ഉയർത്തിവിട്ട കുപ്രചരണങ്ങളെയൊക്കെ പൊളിച്ചടക്കിക്കൊണ്ട് എതിർപക്ഷ രാഷ്ട്രീയ വിശ്വാസികളുടെ കൂടി വിശ്വാസം നേടിക്കൊണ്ട് സുരേഷ് ഗോപി കേരളത്തിലാകെ നിറയുകയാണ്. മലയാളികളുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് ഇത്ര കാലത്തിനിടയ്ക്ക് ഇതാദ്യമായി ഒരു ശുഭസൂചന ഉണ്ടായിരിക്കുന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശക്തമായ ഇടപെടലുകളുമായി ജനമനസ്സുകളിലേക്ക് SG നിറയുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച ചിത്രങ്ങളാണ് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ജനശ്രദ്ധയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ബംഗളൂരുവിലെ ISRO ആസ്ഥാനത്ത് ഇസ്രോയുടെ ചെയർമാൻ ഡോക്ടർ S സോമനാഥുമായി കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രങ്ങളാണ് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചത്. കേരളത്തിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നമായ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് അദ്ദേഹം ISRO ആസ്ഥാനത്തേക്ക് എത്തിയത്. രാജ്യത്തിനു വേണ്ടി ഏറ്റവും അഭിമാനകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ISROയുടെ സേവനം ഇക്കാര്യത്തിൽ തേടുക വഴി കൂടുതൽ കാര്യക്ഷമമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനാണ് ഉന്നത തലത്തിൽ തന്നെ ഇടപെടലുകൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. വർഷങ്ങളായി യാതൊരു പരിഹാരവുമില്ലാതെ മുന്നോട്ട് പോകുന്ന വളരെ ആശങ്കപ്പെടുത്തുന്ന വിഷയമാണ് മുല്ലപ്പെരിയാറിലുള്ളത്. ഈ പ്രശ്നത്തിന് അത്ര എളുപ്പം ഒരു പരിഹാരം കാണുക പ്രായോഗികമല്ല. കാരണം മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ അണക്കെട്ട് നിർമ്മിക്കുക എന്ന കേരളത്തിൻ്റെ ആവശ്യത്തോട് എക്കാലവും മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് തമിഴ്നാട് സ്വീകരിച്ചു വരുന്നത്. പുതിയ അണക്കെട്ട് വരികയാണെങ്കിൽ പഴയ കരാർ അവസാനിക്കും. അങ്ങനെയെങ്കിൽ കേരളം മുന്നോട്ട് വെക്കുന്ന പുതിയ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അവർ നിർബന്ധിതരാകും. ഈ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചാൽ തന്നെ മുല്ലപ്പെരിയാറിൽ നിന്ന് തങ്ങളുടെ ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ടുപോകാൻ കഴിയുമെന്ന് അവർക്ക് വിശ്വാസവുമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് കേരളത്തിൻ്റെ ഈ ആവശ്യത്തോട് എപ്പോഴും തമിഴ്നാട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. പുതിയൊരു അണക്കെട്ട് നിർമ്മിക്കണമെന്ന കേരളത്തിൻ്റെ ആവശ്യം വിലയിരുത്തിയാലും അത് അത്ര പ്രായോഗികമായ ഒന്നല്ല. ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിലൊന്നായ അവിടെ ഒരു അണക്കെട്ട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പഴയ ഡാമിനെ ബാധിച്ചേക്കാം. അങ്ങനെയല്ല എങ്കിൽ നിലവിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് വളരെ ദൂരെ മാറി വേണം പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ. ഇത് ഏറെക്കുറെ അപ്രായോഗികമാണ്. അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട സമരം ചെയ്യുന്ന സംഘടനകൾക്ക് പോലും ഇക്കാര്യത്തിൽ വലിയ വ്യക്തതയില്ല. ഇതിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച പ്രശ്നപരിഹാര സാധ്യത മുല്ലപ്പെരിയാറും തമിഴ്നാടുമായി ബന്ധപ്പെടുന്ന ഭാഗത്ത് ഒരു വലിയ ടണൽ നിർമ്മിച്ച് അതിലൂടെ മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം ഒഴുക്കി കൊണ്ടുപോയി തമിഴ്നാട്ടിലെ വൈഗ പോലുള്ള അണക്കെട്ടുകൾ സംഭരിച്ച് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് കുറച്ചു നിർത്തുക എന്നതാണ്. എന്നാൽ 10 വർഷങ്ങൾക്ക് മുൻപ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ച ഈ പ്രശ്നപരിഹാര സാധ്യത പിന്നീട് എന്തുകൊണ്ടോ മുന്നോട്ട് പോയില്ല. വലിയ സാമ്പത്തിക ചിലവ് വരുന്ന പുതിയ ഡാം നിർമ്മിക്കുക എന്നതിനേക്കാൾ പ്രദേശത്തിന് ഏറ്റവും യോജിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമാണ്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ തൃശ്ശൂർ, പാലക്കാടും അടക്കം ഭൂചലനമുണ്ടായത്. ഈ ജില്ലകളിൽ നിന്ന് ഇടുക്കിയിലെ മുല്ലപ്പെരിയാർ നിൽക്കുന്ന പ്രദേശത്തേക്ക് അത്ര വലിയ ദൂരമൊന്നുമില്ല. ഏത് നിമിഷവും അവിടെ അത്തരത്തിലൊരു സാഹചര്യം പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കേരളത്തിലെ ജനങ്ങളുടെ ആകെ ജീവൽ പ്രശ്നമായി മാറിയേക്കുമെന്നത് തീർച്ചയാണ്. ഏറെക്കാലമായി ഈ പ്രശ്നപരിഹാര സാധ്യത മുന്നിലുണ്ടെങ്കിലും കേരളത്തിലെ ഭരണപക്ഷം അതിനുവേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല എന്നത് വാസ്തവമാണ്. അങ്ങനെ ഒരു അവസരത്തിലാണ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു കയറി കേന്ദ്രമന്ത്രിയായ ഉടനെ നിർണായക ഇടപെടലുകൾ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും അദ്ദേഹം ഒരു പ്രതീക്ഷ തന്നെയാണ്. രാഷ്ട്രീയത്തിന് അതീതമായി തീർച്ചയായും ഇക്കാര്യത്തിൽ വളരെ വലിയ ഇടപെടലുകൾ നടത്താൻ അദ്ദേഹത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ISRO ചെയർമാനുമായി സുരേഷ് ഗോപി നടത്തിയ കൂടിക്കാഴ്ച കേരളത്തിലെ ജനങ്ങൾക്കാകെ പ്രതീക്ഷ പകരുന്ന ഒന്നാണ്. രാഷ്ട്രീയം പറഞ്ഞ് ഒറ്റപ്പെടുത്തുന്നവർക്ക് തങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് വീണ്ടും തുടരാം. തൃശ്ശൂരുകാർ ചാണകം ചാരി എന്ന് പറയുന്നവരുടെ മുൻപിൽ ചന്ദനമായി മാറുകയാണ് സുരേഷ് ഗോപി.